السلام عليكم ورحمة الله وبركاته. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഒന്ന് പത്താഴം എന്താണ് ഈ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് പറയുന്നത്. ഇതിന്റെ വിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സുന്നത്തായിട്ടുള്ള കാര്യമാണ് അത്താഴം. ഇത് സുന്നത്താണെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഇത് നിർബന്ധം അല്ല. ഇത് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ വരും നിർബന്ധം അല്ലാതെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ളത്. അത് പറയാനൊരു കാരണമുണ്ട്. ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. ഒരാളുടെ ഒരു വിഷയം കേട്ടിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിവില്ലാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും അയാൾ ഫജറിന് ഉറങ്ങിപ്പോയി, റമദാൻ മാസത്തിൽ ഉറങ്ങിപ്പോയി, ഫജറിന് ശേഷമാണ് എഴുന്നേറ്റത് എങ്കിൽ അത്താഴം നിർബന്ധമാണ് എന്ന ധാരണയിൽ പലപ്പോഴും മൂപ്പർ എന്ത് ചെയ്തിരുന്നു, എണീറ്റ് ഉടനെ അത്താഴം കഴിച്ചിരുന്നു എന്നാണ്. ഞാൻ കൊടുത്തതിന് ശേഷം. കാരണം ആൾ വിചാരിച്ചത് അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് ശരിയാവുകയില്ല എന്നാണ്. അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കുറച്ചെങ്കിലൊക്കെ ദീനപരമായ ക്ലാസ്സുകളും മറ്റൊക്കെ കേൾക്കുന്നവരായിരിക്കും മിക്കവാറും ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണെന്ന് ധരിക്കരുത്. തീരെ ഒന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എത്തിച്ചു കൊടുക്കേണ്ടി വരും. ആൾക്കാർക്കൊക്കെ അറിയുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. ചിലർക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ അവരങ്ങനെ ധരിച്ചത് അത് അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ 6 മണിക്ക് ബാങ്ക് കൊടുത്തിട്ട് എണീറ്റാലും ശരി വേഗം എന്തെങ്കിലും കുറച്ച് കഴിച്ചിരിക്കണം, എന്നാലും നോമ്പ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് ധരിക്കുന്നവരുണ്ട്. അല്ല, അപ്പോൾ അത്താഴം കഴിക്കൽ സുന്നത്താണ്. അപ്പോൾ രണ്ട് സുന്നത്താണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫായിദ അത് ഒഴിവാക്കാനുള്ളതല്ല, പരമാവധി ചെയ്യാനുള്ളതാണ്. മാത്രമല്ല അത്താഴം കഴിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ വലിയ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ സഹീഹുൽ ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുവിൻ, ഫഇന്ന ഫിസ് സഹൂരി ബറക, തീർച്ചയായും അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ ബറക്കത്തുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് അതിന്റെ ബറക്കത്ത്? നമുക്കറിയില്ല. ശാരീരികമായും അതുപോലെ ദീനീപരമായും ഒക്കെയുള്ള ബറക്കത്തുണ്ടാകും. ബറക്കത്ത് എന്ന് പറയുന്നത് അത് കസ്റത്തുൽ ഖൈരി വസബാത്തുഹു എന്നാണ്. ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും, അത് നിലനിൽക്കുകയും ചെയ്യും, സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യും. അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകിയാൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ അത്താഴത്തിന്റെ ബറക്കത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് ഇബാദത്തുകളൊക്കെ ചെയ്യാനുള്ള ഒരു താഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്താഴത്തിൽ നൽകും. അത് വളരെ കുറച്ചാണെങ്കിലും ശരി, പകൽ നല്ല ഉന്മേഷത്തോടു കൂടി അള്ളാഹുവിന് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാനൊക്കെയുള്ള ഒരു തൗഫീഖ് ഈ അത്താഴം കഴിക്കുന്നതിലൂടെ കിട്ടും. അങ്ങനെ അത്താഴം കഴിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യണം. മാത്രമല്ല അത്താഴം കഴിക്കുന്നത് യഹൂദ നസ്രാണികളോട് എതിരാവലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബ് അക്ലത്തു സഹർ, നമ്മളുടെയും അഹ്ലുൽ കിതാബിന്റെയും നോമ്പിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അക്ലത്തു സഹറാണ്, അത്താഴം കഴിക്കലാണ്. അതുകൊണ്ട് അത്താഴം കഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി ശ്രദ്ധിക്കണം. ഒരു കാര്യം സുന്നത്താണ് എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയാണ് ചിലർ, ആ സുന്നത്തല്ലേ, ഞാൻ രാത്രി നേരത്തെ കിടന്നുറങ്ങിയിട്ട് എന്ത് ചെയ്യും, ബാങ്കൊക്കെ കഴിഞ്ഞ എപ്പോഴും എണീക്കും. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമൊക്കെ അത് എണീക്കുമ്പോൾ മതി എന്നൊക്കെ ധരിക്കുന്നവരാണ്. നോമ്പൊക്കെ എടുക്കും. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിനേക്കാളും വലുതല്ല നോമ്പ്. അവൻ നിർബന്ധമായിട്ടുള്ള കള ആവുന്നതിന് നിസ്കരിക്കാനുള്ളതാണ്. അപ്പം അങ്ങനെ അത്താഴം കഴിക്കാത്ത ആൾക്കാരുണ്ട്. അത്താഴം കഴിക്കുക എന്നുള്ളത് വലിയ ബറക്കത്തുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അതിന്റെ പിന്നിൽ ഹിക്മത്തുണ്ട്. അത് പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിന് ശക്തി കിട്ടാൻ തന്നെയാണ്. ശരീരത്തിന് ശക്തി കിട്ടണം. ശക്തി കിട്ടുന്ന കാര്യം തന്നെയാണ് നമ്മൾ അത്താഴത്തിന് കഴിക്കേണ്ടത്. കാരണം നോമ്പെന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് നമ്മളിങ്ങനെ ശരീരത്തിന് പട്ടിണി ഇട്ട് അങ്ങനെ ഉറങ്ങാനുള്ള കാര്യമൊന്നുമല്ല. നോമ്പ് നമ്മൾ പണിയെടുക്കേണ്ട കാര്യം, ഊർജ്ജസ്വലമായിട്ടാണ് ഇരിക്കേണ്ടത്. അല്ലാതെ നോമ്പ് കാരനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലരും സുബഹിനൊരു ഉറക്കം, എന്നിട്ട് ലുഹറിന് എണീക്കും, ലുഹറിനൊരു ഉറക്കം, അസറിനെ നിൽക്കും, അങ്ങനെ നോമ്പിന്റെ സമയം കഴിച്ചു കൂട്ടുക എന്നാണ് പലരും ധരിക്കുന്നത്. അങ്ങനെയല്ല, നോമ്പ് പറഞ്ഞാൽ ആക്റ്റീവായിരിക്കേണ്ട ഒരു മാസമാണ്. മറ്റ് മാസങ്ങളും കിട്ടാത്ത അവസരമാണ് കിട്ടുന്നത്. മഹാന്മാരായ മുൻഗാമികൾ ഇമാം സുഹരി റഹിമഹുല്ലാഹി പോലുള്ള ആളുകൾ പറഞ്ഞത്, നോമ്പ് കാലത്തുള്ള ഒരു തസ്ബീഹ് മറ്റു കാലത്ത് ചൊല്ലുന്ന തസ്ബീഹിനേക്കാളും 1000 മടങ്ങ് പ്രതിഫലം കിട്ടുന്നവർ. കാരണം അത്രയും ശ്രേഷ്ഠതയുണ്ട്. അത്രയും ശ്രേഷ്ഠ നോമ്പ് കാലത്ത് ചെയ്യുന്നത്. അപ്പോൾ അത്ര നേരത്തെ ഉറങ്ങാതെ ഉറക്കൊക്കെ കുറച്ചിരിക്കേണ്ട ഒരു മാസമാണ് നോമ്പ്. അതിനുശേഷം നിങ്ങൾ ഉറങ്ങാതിരിക്കുകയും ചെയ്യാം. നോമ്പിന് മാക്സിമം നമ്മുടെ ലൈവായിരിക്കേണ്ട മാസമാണ്. രാവിലെയും പകലും രാത്രിയൊക്കെ ക്ഷീണം വരുമ്പോൾ ഉറങ്ങിക്കോളും. പക്ഷേ അങ്ങനെ ഉറങ്ങുന്ന ഒരു മാസമായിട്ട് ചില ആൾക്കാർ അങ്ങനെ തന്നെ ഒരു റൂട്ടീനാക്കി വെക്കും. നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്താഴം കഴിച്ചിട്ട് ഒരൊറ്റ കിടന്നുറങ്ങുക, അങ്ങനെ ഉറങ്ങി ലുഹറിനെ നിൽക്കുക, എന്നിട്ട് നമുക്ക് അത്രയും ക്ഷീണം കുറഞ്ഞല്ലോ എന്നൊക്കെ എന്തിരിക്കുന്നത്. അല്ല, ആ ക്ഷീണമൊക്കെ കുറക്കാതെ വേണ്ടിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അത്താഴമൊക്കെ കഴിക്കേണ്ടത്. നല്ല ബുദ്ധിപരമായി നല്ല ശക്തി കിട്ടുന്ന നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. അവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക. അവിടെ നമ്മൾ ദീനിൽ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ക്ഷീണമില്ലാത്ത നല്ല ഉഷാറൊക്കെ കിട്ടുന്ന എന്താണ് ഭക്ഷണമുള്ളത് അതൊക്കെ കഴിച്ചോളൂ. അത്താഴത്തിൽ ഈത്തപ്പഴം ഉൾപ്പെടുത്തുക. അതൊക്കെ ഹൈറായിട്ടുള്ള കാര്യമാണ്. അത്താഴം സഹോദരങ്ങളെ, അതിന് വലിയ ഹിക്മത്തുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതയുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത്താഴം വൈകിപ്പിക്കുന്നതിലാണ് സുന്നത്ത്. അത്താഴം ഞാൻ പറഞ്ഞു, അത്താഴ സമയം എന്ന് പറയുന്നത് അർദ്ധരാത്രിക്ക് ശേഷം വരുന്ന സമയം അത്താഴ സമയം തന്നെയാണ്. പക്ഷെ അതിലെപ്പോഴാണ് സുന്നത്ത്? നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്നത് പോലെ തന്നെ അത്താഴം അതിന്റെ അവസാന സമയത്തിലേക്ക് കൊണ്ടുപോകാൻ സുന്നത്ത്. അപ്പോൾ വേണം ഒരാൾക്ക് എന്ത് ചെയ്യാം, രാത്രി 1 മണിക്ക് തന്നെ അത്താഴം കഴിച്ച് ഉറങ്ങിയിട്ട് സുബഹിക്ക് എഴുന്നേൽക്കാം. അത്താഴം കഴിച്ചു എന്ന് പറയാം, കാരണം അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഫജറിന് മുമ്പുള്ള സമയം എഴുന്നേറ്റിട്ട് അപ്പോൾ കഴിക്കുക എന്നാണ്. അതാണ് അഫ്ളലായിട്ടുള്ളത്. അപ്പോൾ വൈകിപ്പിക്കുക എന്ന് പറയുന്നതിന് പരിധി ഉണ്ട് കേട്ടോ. അത് ബാങ്ക് കൊടുക്കുന്നത് വരെ വൈകിപ്പിക്കാനുള്ളതല്ല. മറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചതായിട്ട് കാണാം. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നഹും തസഹറു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അത്താഴം കഴിച്ചിട്ടുണ്ട്. സുമ്മ ഖാമു ഇല സ്വല, എന്നിട്ട് അവർ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കും. ഖുൽതു ഐ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, കം ബൈനഹുമ, അത്താഴം നിർത്തിയിട്ട് നിസ്കരിക്കാൻ എഴുന്നേറ്റത് വരെയുള്ള സമയം എത്രയുണ്ട്? അവർ പറഞ്ഞു, ഖദ്റു 50 ആയ, 50 ആയത്തുകൾ പാരായണം ചെയ്യുന്ന അത്രയാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, 50 എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മധ്യമ നിലവാരത്തിലുള്ള 50 ആയത്തുകൾ അങ്ങനെ പൊതുവെ എടുക്കുക. ആയത്തു ദൈനി പോലെ ഒരു പേജ് മുഴുവനുള്ള ആയത്തുമല്ല, അല്ലെങ്കിൽ അലിഫ്ലാമീം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു 3 ഹർഫുള്ള ആയത്തുമല്ല. ഒരു മധ്യമ നിലവാരത്തിലുള്ള ആയത്തുകൾ 50. അത്ര ആയത്തുകൾ ഓർമ്മയെങ്കിൽ എത്ര സമയം എടുക്കും? അത്ര സമയം 10-15 മിനിറ്റ് മുമ്പൊക്കെ നമ്മൾ അത്താഴം കഴിച്ച് നിർത്തുകയാണ് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതാണ് ഖൈർ. ആ സമയത്ത് നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ് എന്നാണ്. ഇനി അത്താഴ സമയത്ത്
സുന്നത്തായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല അത്താഴം എന്ന് പറഞ്ഞത് നിഅമ സഹൂറുൽ മുഅ്മിനി അത്തംറു, ഒരു മുഅ്മിനിന്റെ എത്ര നല്ല അത്താഴമാണ് ഈത്തപ്പഴം എന്നുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അത്താഴമായിട്ട് ഈത്തപ്പഴം മാത്രം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അത്താഴം കഴിക്കുക, അതിലൂടെ ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് നല്ലതാണ്. ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും ഒരാൾ ഒരു ഇറക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും അയാൾ അത്താഴം കഴിക്കണം, ഒഴിവാക്കരുത് എന്ന്. അങ്ങനെയെങ്കിലും എന്തെങ്കിലും അത്താഴം കഴിക്കുക നല്ലതാണ്, ഹൈറാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് അത്താഴവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായ കാര്യം.